2023 ഏകദിന ലോകകപ്പ് ഫൈനലിലേറ്റ തോൽവിക്കും കണ്ണീരിനും ടീം ഇന്ത്യ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ സെമിയിലൂടെ മറുപടി കൊടുത്തിരിക്കുകയാണ്. കങ്കാരുപടയുടെ ഭീഷണി അവസാനിപ്പിച്ച ടീം ഇന്ത്യ 2025 ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ സെമി ഫൈനലിന് സമഗ്രമായൊരു ചിത്രവും ഒപ്പം തന്നെ മത്സരശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പ്രതികരണവുമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഒരിക്കൽ കൂടി കിങ് കോഹ്ലി മുന്നിൽ നിന്ന് പട നയിച്ചപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് തകർത്തുകൊണ്ടാണ് ടീം ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഉയർത്തിയ 265 റൺസ് വിജയലക്ഷ്യം 11 പന്തുകളും 4 വിക്കറ്റുകളും ബാക്കി നിൽക്കെയാണ് ടീം ഇന്ത്യ മറികടന്നത്. 83 റൺസുമായി കോഹ്ലി ഇന്ത്യയുടെ ടോപ്പ് സ്കോററായപ്പോൾ ശ്രേയസ് അയ്യരും KL രാഹുലും അക്സർ പട്ടേലും ഹർദിക് പാണ്ഡ്യയും ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക സംഭാവനകൾ തന്നെയാണ് നൽകിയത്. 2023 ഏകദിന ലോകകപ്പ് ഫൈനൽ തോൽവിക്കുള്ള ടീം ഇന്ത്യയുടെ മധുര പ്രതികാരം കൂടിയായിട്ടുണ്ട് ഈ ഒരു വിജയം. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ നാളെ നടക്കുന്ന ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക രണ്ടാം സെമിയിലെ വിജയികളായിരിക്കും ടീം ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യ ഫൈനലിൽ എത്തിയതോടുകൂടി ദുബായ് തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ വേദിയായിരിക്കുക. 265 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യക്ക് രോഹിത്തും ഗില്ലും ചേർന്ന് ഭേദപ്പെട്ട തുടക്കം തന്നെയാണ് ഇന്ന് നൽകിയത്. നിർണായക മത്സരത്തിൽ ഒരിക്കൽ കൂടി ശുഭ്മാൻ ഗിൽ നിറം മങ്ങിയപ്പോൾ തൊട്ടു പിന്നാലെ തന്നെ രോഹിത്തിന്റെ വിക്കറ്റും ടീം ഇന്ത്യക്ക് നഷ്ടമാവുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ 43-2 എന്ന നിലയിൽ പതറിയ ടീം ഇന്ത്യയെ കോഹ്ലിയും ശ്രേയസ് അയ്യരും ചേർന്ന് പക്വതയാർന്ന ഇന്നിംഗ്സിലൂടെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. ശ്രേയസും കോഹ്ലിയും ചേർന്ന് കൂട്ടിച്ചേർത്ത് 91 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇന്ത്യൻ വിജയത്തിന്റെ അടിത്തറയായി മാറിയത്. സ്കോർ 134 നിൽക്കെ ശ്രേയസിനെ ബൗൾഡാക്കി സാംബ ഓസീസിന് പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീടെത്തിയ അക്സർ പട്ടേലും മൊത്തം 44 റൺസിന്റെ കൂട്ടുകെട്ട് ഉയർത്തിയ വിരാട് കോഹ്ലി ഇന്ത്യയെ വിജയത്തിനടുത്ത് എത്തിച്ചിരുന്നു. അക്സർ മടങ്ങിയതിനു ശേഷം KL രാഹുലിന്റെ കൂടെ പോരാട്ടം നടത്തിയ കോഹ്ലി വിജയത്തിന് 40 റൺസ് അകലെ വെച്ചാണ് മടങ്ങിയത്. കോഹ്ലിയുടെ സെഞ്ചുറി പ്രതീക്ഷിച്ച ആരാധകരെ നിരാശരാക്കിയ ആഡം സാംബയുടെ പന്തിൽ അദ്ദേഹം മടങ്ങുകയായിരുന്നു. കോഹ്ലി നേടിയ 84 റൺസിൽ 5 ബൗണ്ടറികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ശേഷം വന്ന ഹർദിക് പാണ്ഡ്യയും KL രാഹുലും ചേർന്ന് ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. മത്സരശേഷം ഫൈനലിൽ എത്തിയതിന്റെ ആത്മവിശ്വാസം പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് രോഹിത് ശർമ്മ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സംസാരിച്ചത്. തീർച്ചയായിട്ടും ടീം വർക്ക് എന്താണെന്ന് ഇന്നത്തെ മത്സരത്തിലൂടെ കാഴ്ചവെക്കാനായി സാധിച്ചു. എല്ലാ മേഖലകളിലും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് എല്ലാ താരങ്ങളും കാഴ്ചവെച്ചത്. ചേസിംഗിൽ പക്വത വേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ തന്നെയാണ് മധ്യനിര ഇന്ന് കളിച്ചത്. സ്ലോ ചെയ്യേണ്ട സമയത്ത് ഇന്നിംഗ്സ് വേഗത കുറയ്ക്കുകയും അക്രമങ്ങൾ കൃത്യസമയത്ത് തന്നെ നടത്തിയും ടീം ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ മത്സരത്തിലേക്ക് തിരികെ വരികയായിരുന്നു. വർഷങ്ങളായി വിരാട് കോഹ്ലി ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്ന സേവനത്തെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അയാൾ എന്താണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ഇന്നും ഭംഗിയായി തന്നെ ഇന്ത്യക്ക് വേണ്ടി ചെയ്തു എന്നാണ് രോഹിത് കോഹ്ലിയുടെ പ്രകടനത്തെപ്പറ്റി പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റം വരും മത്സരത്തിലേക്കും കാത്തു സൂക്ഷിക്കാൻ തന്നെയാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്നും തയ്യാറെടുപ്പുകൾക്ക് മാറ്റമൊന്നുമില്ല എന്നുമാണ് രോഹിത് പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്തായാലും 2023 ലോകകപ്പ് ഫൈനലിൽ ടീം ഇന്ത്യൻ ആരാധകരെ ഒന്നടങ്കം കരയിച്ച ആ ഒരു രംഗത്തിന് ഇന്ന് ഓസ്ട്രേലിയക്ക് മുൻപിൽ ടീം ഇന്ത്യ പ്രതികാരം വീട്ടിയിരിക്കുകയാണ്. അങ്ങനെ മറ്റൊരു ICC ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് ടീം ഇന്ത്യ പ്രവേശിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.